ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. ആരോഗ്യ മേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കോൺഗ്രസ് മാർച്ച് നടത്തി. പാവപ്പെട്ടവരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് SM പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടത്തെ ഈ പ്രതിഷേധവും നമുക്കറിയാം, കേരളത്തിന് അഭിമാനമാണ്, കേരളത്തിന്റെ മോഡലാണ്, കേരളത്തിന്റെ പേരും പ്രശസ്തിയും രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തുകൂടി വിളിച്ചറിയിക്കുന്ന 2 മേഖലകൾ എന്നും നമുക്കുണ്ടായിട്ടുണ്ട്. അതൊന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് ആരോഗ്യവുമാണ്. എന്നാൽ ഈ 2 മേഖലയെയും ഇല്ലാതാക്കുന്ന, ഈ 2 സർക്കാർ മേഖലകളുടെയും പണി കഴിക്കുന്ന, ഈ 2 മേഖലയെയും കുളിപ്പിച്ച് കിടത്തുന്ന, അതിന്റെ കഥ കഴിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ഈ സർക്കാരിന് കൃത്യമായ ഒരു വിദ്യാഭ്യാസ നയമില്ല. ഈ സർക്കാരിന് വ്യക്തമായ കാഴ്ചപ്പാടില്ല. ഈ സർക്കാരിന് ദൂരവ്യാപകമായ ദീർഘവീക്ഷണമില്ല. ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. വിവരവുമില്ല, വിദ്യാഭ്യാസവുമില്ല, വിവേകവുമില്ല എന്നതാണ് അവസ്ഥ. ആരോഗ്യമേഖലയെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട് പാവപ്പെട്ട രോഗികളെ കഷ്ടത്തിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥാനമൊഴിയാൻ തയ്യാറാവണമെന്ന് അനിൽ പുളിക്കൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് പ്രൊഫസർ KS സിറാജ് അധ്യക്ഷത വഹിച്ചു. അതിനുള്ള സൗകര്യവും നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഒരു കണക്ക് ഈ ഫ്ലക്സിൽ ഇവിടെ ഉണ്ട്. 400 കോടിയാണ് മെഡിക്കൽ കോളേജുകൾക്ക് ഈ സൗജന്യ ചികിത്സക്കായിട്ട് HMCകൾക്ക് വേണ്ടി വകയിരുത്തിയിരുന്നത്. HMCകൾ എന്താണ് ആ പൈസ കൊണ്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു SC ST പാവപ്പെട്ട ഒരുത്തൻ ഒരു ചികിത്സക്ക് വരികയാണെങ്കിൽ അയാൾക്ക് സ്കാൻ ആവശ്യമാണെങ്കിൽ അതിന് 1500 രൂപയാണെങ്കിൽ ആ 1500 രൂപ HMCന്ന് കൊടുക്കും. അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ കൊടുക്കും. ഇതിനു വേണ്ടിയുള്ള 400 കോടി രൂപയാണ് ഒരു ബജറ്റിൽ കഴിഞ്ഞ തവണ ഈ കേരള സർക്കാർ വകയിരുത്തിയിരുന്നത്. അതിൽ വെറും 255 താഴെ കോടി മാത്രമാണ് സർക്കാർ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ 145 കോടിയിലധികം രൂപ സർക്കാർ കൊടുക്കാതിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ 400 കോടി കൊടുത്താൽ പോലും ഈ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ആശുപത്രികളെല്ലാം. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, ബ്ലോക്ക് ട്രഷറർ അബ്ദുൾ റഹ്മാൻ കുട്ടി, മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി CB ജയലക്ഷ്മി ടീച്ചർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം കുഴുപ്പള്ളി, ട്രഷറർ PD വിജയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PA ഷിംനാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. TS രാജേന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും സുനിൽ ചാണാടി നന്ദിയും പറഞ്ഞു. VC കാർത്തികേയൻ, PA ഷാജി, PG അനിൽകുമാർ, അമീർ പത്പുള്ളി, KA ഹൈദ്രോസ്, ശശി തോപ്പിൽ, ബാബുലാൽ, ജമാൽ എല്ലിച്ചോട്, മുരുകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് 6 മാസം കൊണ്ട് +2 NIOS കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, 1 year pre-primary teachers training course, BCom Finance Corporation, BA History Sociology, online and offline classes, MCom Finance, MA History, MA Sociology, Professional Accountant course, തൊഴിലധിഷ്ഠിത കോഴ്സുകളായ Advanced Excel, DCA, Tally, GST, Graphic Design, Digital Marketing, Advanced Practical Accounting and Financial Intelligence course, Mastering Coding courses,
multimedia and designing courses. Live training classes online and offline for accounting software training courses. Government of Kerala undertaking LBS Skill Center. Admissions open. The Kodungalur Cooperative College.